2026 നമുക്ക് കിട്ടിയിട്ടുള്ള ഗവൺമെന്റ് വണ്ടിയുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. വേറൊന്നുമല്ല, ഈ വണ്ടിയെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഫാൻസി നമ്പറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർ ഈ നമ്പർ വാങ്ങിയിട്ട് അത് പതിക്കുമ്പോൾ ഈ 1 ഡിജിറ്റ് 2 ഡിജിറ്റും 3 ഡിജിറ്റും വരെയുള്ള 4 ഡിജിറ്റിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ ഇത്രയും ഡിജിറ്റ് വരെയുള്ള നമ്പറിൽ നമ്മൾ പതിക്കുമ്പോൾ അതിന് മുന്നിൽ 1 0 2 0 3 0 ഒക്കെ ചേർക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതൊന്ന് മാറ്റിയിട്ട് ആ നമ്പർ മാത്രം ഒന്ന് പതിക്കാനുള്ള ഒരു പെർമിഷത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്പർ മാത്രം പതിക്കുമ്പോൾ അതൊരു രസമല്ലേ. നമ്മുടെ നാട്ടിൽ മുന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും പലരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് നിയമം ഇത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര് കൊണ്ടുവന്നു, അത് ഇല്ലാണ്ടാക്കി എന്നുള്ളതല്ല. ഇനിയുള്ള ഗവൺമെന്റിന് അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ആ നമ്പർ മാത്രം ഒന്ന് പതിക്കാനുള്ളൊരു ഇത് കിട്ടുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു പവറല്ലേ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം അത് എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബന്ധപ്പെട്ട അധികാരികൾക്ക് എത്തിക്കുന്നവരെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ശരി, കാണാട്ടാ.